ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോ മങ്കി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ വീക്കിലെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മൾ മാക്സിമം എല്ലാ വീക്കിലും നമ്മളിതുപോലെ ഫാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഡ്രോപ്പുകളുടെയും ഇൻഫർമേഷൻ നമ്മളെല്ലാം കൂടി ഒരുമിച്ച് സമ്മറൈസ് ചെയ്ത് എല്ലാ വീക്കിലും ഇടാനായിട്ട് നമ്മളിങ്ങനെ പരിശ്രമിക്കാം. സോ ഇന്നത്തെ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തമ്പനയിൽ ഇട്ടേക്കുന്ന ബോട്ട്സിൻ്റെ ഇൻഫർമേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ബ്ലമ്മിൻ്റെ അപ്ഡേറ്റ് ആണ്. സോ ബ്ലമ്മിൻ്റെ അപ്ഡേറ്റ് എന്താ വെച്ചാൽ നിങ്ങൾ ഒരുപാട് പേര് ചിലപ്പോൾ വാലറ്റ് 10 വാലറ്റ് ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ടാവും. സോ 10 വാലറ്റ് കണക്ട് ചെയ്തിട്ടുള്ളവർ ഒരു പ്രാവശ്യം കൂടി റീകണക്ട് ചെയ്യാൻ വന്നിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ 10 വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ചിരിക്കേണ്ട. ചിലപ്പോൾ നിങ്ങൾ അവിടെ വീണ്ടും എടുക്കുമ്പോൾ റീകണക്ട് വാലറ്റ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. സോ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് വാലറ്റ് റീകണക്ട് ചെയ്തിരിക്കുക. പിന്നെ കുറേ പേർക്ക് ഡെയിലി സ്ട്രീക്ക് നഷ്ടമായെന്ന് പറയുന്നതായിരുന്നു. സോ അവരുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു ഗ്ലിച്ചാണെന്ന് തോന്നുന്നു. കുറേ പേർക്ക് ഡെയിലി കറക്റ്റായിട്ട് ലോഗിൻ സ്ട്രീക്ക് ഇന്നത്തോടെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഡേ 1 എന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. സോ അത് ഗ്ലിച്ചാണെന്നാണ് അറിയുന്നത്. ചിലപ്പോൾ ഒരു ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ന്യൂസ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലോ ഓർ നമ്മുടെ ഗ്രൂപ്പിലോ ഇടുന്നതായിരിക്കും. അടുത്ത് നമ്മുടെ CXP എന്ന് പറഞ്ഞൊരു ടോക്കണിൻ്റെ ആയിരുന്നു. അതായത് CX എന്ന് പറഞ്ഞൊരു ഇതുപോലെ ഒരു എക്സ്ചേഞ്ച് തന്നെയാണ്. സോ അത് ഓൾറെഡി വർക്കിംഗ് ആണ്. ഇവരൊരു ആപ്പൊക്കെ ഉണ്ട്. നമ്മൾ ഓൾറെഡി നമ്മുടെ കുറേ നാൾ മുന്നാണ് നമ്മൾ ഇതിൻ്റെ ഇതിട്ടുന്നത്. എല്ലാവരും ഡെയിലി ഞാൻ ഒറ്റ ദിവസം മുടങ്ങാതെ തന്നെ ഇത് ഫാം ചെയ്യാറുണ്ട്. ഒറ്റ ദിവസം മുടങ്ങിയിട്ടില്ല, വെറുതെ ഫാമിംഗ് മാത്രമേ ഉള്ളൂ. പിന്നെ ടാപ്പിംഗ് വരാറുണ്ട്. സോ ടാപ്പിംഗ് വരുന്നത് എപ്പോഴും കംപ്ലീറ്റ് ചെയ്തേക്കാൻ നോക്കുക. സോ അതിൽ ഒരു എയർ ഡ്രോപ്പ് സെഷൻ വന്നിട്ടുണ്ട്. അതിൽ അവരുടെ റോഡ് മാപ്പ് വന്നിട്ടുണ്ട് ഇതിനുള്ളിൽ. സോ ആ റോഡ് മാപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. Q3 ഓർ Q4 നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ VCയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. Q3 Q4 എന്ത് ചെയ്ത് അവരുടെ ലോഞ്ചിങ്ങും എയർ ഡ്രോപ്പും ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ Q4 2024 എയർ ഡ്രോപ്പ് ആൻഡ് ലിസ്റ്റിംഗ് വന്നിട്ടുള്ളത്. Q3 അവരെ കുറേ പ്ലാൻസ് എല്ലാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എയർ ഡ്രോപ്പ് എടുത്ത് വായിച്ചു നോക്കാം. സോ ഇതെല്ലാവരും മിസ് ചെയ്യാതിരിക്കുക. ഇനി എന്തെങ്കിലും ചിലപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് വരാൻ പറ്റും. അതുപോലെ തന്നെ ഈ ടാസ്കിൽ ഒരുപാട് ടാസ്കുകളൊക്കെ ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ മിസ് ചെയ്ത് ഒരുപാട് ടാസ്കുകൾ കിടക്കുന്നുണ്ടാവും. അവരുടെ വീഡിയോസൊക്കെ 8-9 കൊല്ലം പഴക്കമുള്ള കുറേ വീഡിയോസാണ് അവിടെ നമുക്ക് ഇപ്പോൾ കാണാൻ തരുന്നത്. സോ അത്ര പഴക്കമുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരത്. സോ ആ വീഡിയോസ് എല്ലാതും മിസ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ഈ പോയിന്റ്സ് എല്ലാതും മേൺ ചെയ്യാൻ നോക്കുക. എല്ലാ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഇനി ഇങ്ങനെ ഒരു ടാസ്ക് ക്രൈറ്റീരിയ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് മിസ് ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഡെയിലി ഈ ഫാം എന്ന് പറഞ്ഞ ബട്ടണിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ഫാമിംഗ് കൊടുക്കുക. അതിനുശേഷം എല്ലാ ദിവസവും കിട്ടുന്ന ഫാമിംഗ് പോയിന്റ് എന്ത് ചെയ്യുക, ഏൺ ചെയ്യാനായിട്ട് 4 മണിക്കൂർ കൂടുമ്പോൾ ആ പോയിന്റ്സ് ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് സൂൺ 2024 Q4 ഈ കൊല്ലം Q4 തന്നെ ഇതിൻ്റെ എയർ ഡ്രോപ്പ് ലിസ്റ്റിംഗ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇവരൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് CHI ആപ്പ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ടാസ്ക് ത്രൂ ഇത് എന്തായാലും ഇതിലൊരു അക്കൗണ്ട് ഉണ്ടാക്കണം. സോ ഇത് ചെയ്യുന്ന എല്ലാവരും ഇതിൽ അക്കൗണ്ട് ഉണ്ടാക്കണം. സോ ഇതൊരു ക്രിപ്റ്റോ മേടിക്കാനും ബൈ ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. സോ ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ അവിടെ ഏൺ ചെയ്തുണ്ടാക്കിയ പോയിന്റ്സ് നമ്മുടെ സിമ്പിൾ കോയിൻ പോലെ തന്നെ ഇവരുടെ ആപ്പിലും കറക്റ്റായിട്ട് സിങ്ക് ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ എന്തായാലും ഇത് മിസ് ചെയ്യരുത്. നല്ല അടിപൊളി ടോക്കണാണ്. എന്തായാലും മിസ് ചെയ്യാതെ ഫാം ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോകാം. അടുത്തത് നമ്മുടെ ടബീസുവിൻ്റെ അപ്ഡേറ്റ് ആണ്. സോ ടബീസുവിൽ ഒരുപാട് മൈൻ സെക്ഷനിൽ ഒരുപാട് ടാസ്കുകൾ വന്നിട്ടുണ്ട് ഡെയിലി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. സോ ആ ടാസ്കുകളൊക്കെ ചിലത് ഡെയിലി ടാസ്കുകളാണ്. സോ ആ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അത്യാവശ്യം നല്ല പോയിന്റ്സ് കിട്ടുന്നുണ്ട്. ആ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എയർ ഡ്രോപ്പ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് അഡ്രസ്സും കണക്റ്റഡ് 10 വാലറ്റ് കാണാൻ പറ്റും. ഈ കണക്റ്റഡ് 10 വാലറ്റ് എന്തായാലും നിങ്ങൾ കണക്ട് ചെയ്യുക. ഏതെങ്കിലും ടൺ കീപ്പറോ അല്ലെങ്കിൽ ടെലിഗ്രാം വാലറ്റോ ഏതാണ് നിങ്ങളുടെ കൺവീനിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തായാലും കണക്ട് ചെയ്യുക. കണക്ട് എയർ ഡ്രോപ്പ് അഡ്രസ്സിൽ ഈ എയർ ഡ്രോപ്പ് അഡ്രസ്സ് എന്ന് പറയുന്നത് നിങ്ങൾ നേരെ മെറ്റാമാസ്കിൽ പോയിട്ട് മെറ്റാമാസ്കിലുള്ള ഈ കാണുന്ന അഡ്രസ്സിൽ ഇവിടെ മെയിൻ സ്ക്രീനിൽ അവിടെ അഡ്രസ്സ് കാണാൻ പറ്റും. ഒരു സെക്കൻഡ് ഞാൻ നല്ലോണം കേട്ടെ. അപ്പോൾ ഈ മേലെ കാണുന്ന ഈ അഡ്രസ്സ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക, നേരെ നിങ്ങൾ ടബീസോൻ്റെ ഇതിലേക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ആ അഡ്രസ്സ് വെറുതെ ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, കൺഫേം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടാസ്കും നിങ്ങളുടെ വാലറ്റ് എന്തായാലും കണക്ട് ഉണ്ടാവും. അതുപോലെ തന്നെ കണക്റ്റഡ് 10 വാലറ്റും എന്തായാലും മസ്റ്റായിട്ട് കണക്ട് ചെയ്യുക. പിന്നെ ഇവരെ ജോയിൻ ദ ഒഫീഷ്യൽ DG ഗ്രൂപ്പ് ഉണ്ട്. ഇതുവരെ ഫുള്ളായിട്ടില്ല. ഒരു 17,000 സംതിങ് ആൾക്കാരെ മെമ്പേഴ്സ് ഞാൻ കണ്ടത്. സോ അതിൽ കംപ്ലീറ്റ് ചെയ്യുക. സോ ഇതൊക്കെ എയർ ഡ്രോപ്പിൻ്റെ ടാസ്കുകളാണ്. ഈ എയർ ഡ്രോപ്പിൻ്റെ ടാസ്കുകളൊന്നും മിസ്സാക്കാതെ എല്ലാം കണക്ട് ചെയ്തിടാനും അതുപോലെ തന്നെ വരുന്ന എന്തെങ്കിലും ചാനലോ ജോയിൻ ഗ്രൂപ്പോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതെല്ലാതും കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് അപ്ഡേറ്റ് DMOറിനാണ്. സോ DMOറിൽ ഒരു NFT എന്ന് ടാബ് വന്നിട്ടുണ്ടാവും. അവിടെ നിങ്ങളുടെ വാലറ്റ് ആദ്യം കണക്ട് ചെയ്യുക. നിങ്ങൾ ടൺ കീപ്പർ ആദ്യം കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ടൺ കീപ്പറിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം കണക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ വാലറ്റോടെ കണക്ട് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾ ഏത് സ്റ്റേജിലാണെന്ന് ഇവിടെ കാണാൻ പറ്റും. സ്റ്റേജ് 1 വൈറ്റ് ലിസ്റ്റും സ്റ്റേജ് 2 പബ്ലിക് എന്നൊരു സംഭവം ഉണ്ടാവും. ഈ വൈറ്റ് ലിസ്റ്റിലുള്ളവർക്ക് വൈറ്റ് ലിസ്റ്റിൽ പെടണമെന്നുണ്ടെങ്കിൽ അവർ ഇൻഫോ കൊടുത്തിട്ടുണ്ട്. സോ അവർ നേരെ ചാനലിലേക്ക് പോകുന്നു. നമ്മൾ ഇൻഫോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് വർക്ക് ആവേണ്ടതാണ്. നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വൈറ്റ് ലിസ്റ്റിൽ പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു ഡയമണ്ട് വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ ഈ ഡയമണ്ട്സ് എന്ന സെക്ഷനിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ഇതിലൊരു ഡയമണ്ട്സ് വരും. ആ ഡയമണ്ട്സ് ഏൺ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ക്രൈറ്റീരിയ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വൈറ്റ് ലിസ്റ്റിൽ പെടാൻ പറ്റുള്ളൂ. സോ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലവരൊക്കെ നോക്കിയിരുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു വശം നോക്കിയപ്പോൾ നല്ല എമൗണ്ടിലാണ് ആ ഡയമണ്ട്സ് വന്നത്. സോ ആ ഡയമണ്ട്സ് അന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനിപ്പോഴും വൈറ്റ് ലിസ്റ്റിലല്ല, പബ്ലിക്കിലാണ് കിടക്കുന്നത്. സോ വൈറ്റ് ലിസ്റ്റിലുള്ളവർക്ക് എന്തോ മിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ആദ്യത്തെ ഡയമണ്ട് അവർ ഇറക്കാൻ വന്ന് മിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇത് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നോക്കുക. അതുപോലെ ഏർലി ബേർഡ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ടാപ്പ് ചെയ്തിട്ടുള്ളവർ
പോയിന്റ് ലീഡേഴ്സ് ആണ്. അല്ലാതെ വെറുതെ പോയിന്റ്സ് ഇവിടെ നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ പോയിന്റ്സ് അല്ല, ടാപ്പ് ചെയ്ത് ഉണ്ടാക്കിയ പോയിന്റ്സിൽ ഏറ്റവും കൂടുതൽ ലീഡേഴ്സ് ബോർഡിലുള്ളവർക്ക് അവർക്കും കൂടി എന്ത് ചെയ്യാം വൈറ്റ് ലിസ്റ്റിൽ വേണമെങ്കിൽ പെടാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറേ ക്രൈറ്റീരിയ പറഞ്ഞിട്ട് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വീണ്ടും ടാപ്പ് ചെയ്ത് പറ്റുമെങ്കിൽ ചിലപ്പോൾ സാധിക്കുമെങ്കിൽ എനിക്ക് ഉറപ്പില്ലെങ്കിൽ വൈറ്റ് ലിസ്റ്റിൽ പെടുമെന്ന്. സോ ഇനി ചിലപ്പോൾ നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് ചിലപ്പോൾ വീണ്ടും വൈറ്റ് ലിസ്റ്റിൽ പെടാനായിട്ട് ഓഗസ്റ്റ് 15 മുന്നേ എന്തോ ഡേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതിന് മുന്നേ വൈറ്റ് ലിസ്റ്റിൽ പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത്ര ദിവസം എന്ത് ചെയ്യാം ടാപ്പ് ചെയ്ത് വേണമെങ്കിൽ ട്രൈ ചെയ്യാനായിട്ട് നോക്കാം. അതുപോലെ തന്നെ പിന്നെയുള്ളത് ഇതിൽ ക്വസ്റ്റ്യൻ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്വിസ് എന്നൊരു സെക്ഷൻ കാണാൻ പറ്റും. ആ ക്വിസിൻ്റെ ആൻസേഴ്സ് ഞാൻ ഡെയിലി നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടാറുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞിട്ട് എല്ലാ ടാസ്കുകളും ഒറ്റ ടാസ്ക് പോലും വിടാതെ എല്ലാ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. ചിലർക്ക് ഈ ടാസ്ക് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക, അല്ലാതെ വേറെ മെത്തേഡൊന്നും ഇല്ല. പിന്നെ ഇവിടെ ഡെയിലി റിവാർഡ് ഉണ്ട്. ഈ ഡെയിലി റിവാർഡ് എല്ലാ ദിവസം കയറിയിട്ട് എന്ത് ചെയ്യുക ഡെയിലി റിവാർഡും ക്ലെയിം ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. എല്ലാ ദിവസവും സ്ട്രീക്ക് നഷ്ടപ്പെടുത്താണ്ടിരിക്കാൻ നോക്കുക. ഇതിനുള്ള എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്തോളൂ. പിന്നെ ഇവിടെ അപ്ഗ്രേഡ്സ് ഉണ്ട്. ഈ അപ്ഗ്രേഡ്സിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട് അനുസരിച്ച് എന്ത് ചെയ്യാം ഓരോ ലെവൽ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ടാപ്പ് ചെയ്യാനുള്ള ലിമിറ്റും അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് എത്ര നേരെ ടാപ്പ് ചെയ്യാൻ പറ്റും 20 സെക്കൻഡ് 30 സെക്കൻഡ് അങ്ങനെ വെച്ച് കൂട്ടാനൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ അപ്ഗ്രേഡ് ചെയ്യുന്നതോടെ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഡയമണ്ട് എല്ലാ ടാസ്കുകളും എല്ലാവരും കംപ്ലീറ്റ് ചെയ്ത് സെറ്റ് ആക്കാനായിട്ട് നോക്കുക. നെക്സ്റ്റ് സെഷൻ വന്ന് മെമിഫിയിൽ ഒരു സ്പിന്നിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് ചെയ്യുമെന്ന് അറിയില്ല. സോ എല്ലാവരും സ്പിന്നിൻ്റെ ഓപ്ഷൻ എല്ലാവരും നിങ്ങൾക്ക് എന്ത് ചെയ്യുക വന്നിട്ടുള്ള സ്പിൻ എന്ത് ചെയ്യുക എല്ലാ ദിവസം കറക്കി അത് ഫുള്ളാക്കാൻ നോക്കുക. ഈ സ്പിൻ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഏത് സ്പിൻ ചെയ്താലും അതിലൂടെ നിങ്ങൾക്ക് എന്തായാലും പോയിന്റ്സ് കിട്ടുന്നുണ്ട്. അതായത് ഗോൾഡ് എന്ന് പറഞ്ഞ പോയിന്റ്സ് ഇവിടെ കിട്ടുന്നുണ്ട്. അതനുസരിച്ച് ഇവിടെ കയറും. അതുപോലെ തന്നെ ഈ ബൂസ്റ്റേഴ്സ് ഒക്കെ കിട്ടാനായിട്ട് എന്ത് ചെയ്യാം ചിലപ്പോൾ ഈ 3 ഇതുപോലത്തെ നമ്മൾ കാണുന്ന ഈ ഒരു കുപ്പിയിൽ അത് 3 കിട്ടിയാൽ ബൂസ്റ്റേഴ്സ് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ഹാമറിൻ്റെ സിനിമ പോലെ സംഭവം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോസിൻ്റെ ലെവലും പോയിന്റ്സ് കുറയുന്നത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സ്പിൻ എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ വാലറ്റ് കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വാലറ്റ് എല്ലാവരും ഇവിടെ കണക്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ എതീറിയം ഇതിലേക്ക് കൊണ്ടുവന്നോ. വളരെ എളുപ്പമാണ്. ഈ ഡെപ്പോസിറ്റ് അഡ്രസ്സ് എടുക്കുക, ഈ അഡ്രസ്സ് കോപ്പി ചെയ്യുക. ഏത് അഡ്രസ്സിലാണ് അയക്കേണ്ടത്? ലിനിയ നെറ്റ്വർക്കിലാണ് എതീറിയം അയക്കേണ്ടത്, അല്ലാതെ വേറെ ഒരു നെറ്റ്വർക്കിലും ഒന്ന് അയക്കരുത്. ലിനിയ നെറ്റ്വർക്കിൽ മാത്രം എതീറിയം ഇങ്ങോട്ട് അയക്കുക. എവിടെയാണല്ലോ എതീറിയം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ അയക്കുക. ഇനി ആ സമയത്ത് എല്ലാവരും കൂടി തിക്ക് കാട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഇപ്പോഴേ തന്നെ എതീറിയം ഇതിൽ കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. ഗ്യാസ് ഫീസ് വേണ്ട സ്ഥലത്തൊക്കെ എന്തായാലും എംഫിക്ക് ഗ്യാസ് ഫീസ് എന്തായാലും വേണ്ട വരും. സോ ആ സമയത്ത് എല്ലാവരും കേട്ട് ചാടി പോവാതെ ഇപ്പോഴേ തന്നെ പ്രിപ്പയർ ആയിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് വില കുറവുണ്ട്. ഇനി ചിലപ്പോൾ ഇത് ഇറങ്ങുന്ന സമയത്ത് വില കൂടുമെന്ന് അറിയാൻ പറ്റില്ല. ഇനി ചിലപ്പോൾ അതിനേക്കാളും കുറവൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇപ്പോൾ കുറച്ച് മോഡറേറ്റ് ലെവലായതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇപ്പോൾ വേണമെങ്കിൽ എതീറിയം മേടിച്ച് ഈ ഒരു വാലറ്റിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോകാം. എവിടെയാണ് എടുക്കണേ അവിടെ നിന്ന് ഈ ഡെപ്പോസിറ്റ് അഡ്രസ് എടുക്കുക. ലീനിയ നെറ്റ്വർക്കിൽ വേണം സെൻഡ് ചെയ്യാനായിട്ട്. അത് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. വേറെ നെറ്റ്വർക്ക് സെൻഡ് ചെയ്ത് ചിലപ്പോൾ ഇങ്ങോട്ട് എത്തില്ല. നെക്സ്റ്റ് ഹാംസ്റ്റൻ്റെ ആണ്. ഇവിടെ നമുക്ക് ഏറ്റവും മേലെ ഒരു സ്കിന്നിൻ്റെ ടാബ് കാണാൻ പറ്റും. അവിടെ നിൽക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ അച്ചീവ്മെൻറ്റ്സ് എന്ന സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള നിങ്ങളുടെ പ്ലേക്ക് അനുസരിച്ചുള്ള നിങ്ങളുടെ കാർഡുകളുടെ ലെവലും അതുപോലെ തന്നെ കളക്ട് കോയിൻസിനൊക്കെ അനുസരിച്ച് കുറേ ലെവൽ സാധനങ്ങൾ പോകുന്നുണ്ട്. സോ ഇതൊക്കെ ചിലപ്പോൾ ഒരു എയർ ഡ്രോപ്പ് ക്രൈറ്റീരിയ ആയിട്ട് വരാം. ഇതൊക്കെ എല്ലാവർക്കും ഫുള്ളായിട്ടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ലിസ്റ്റിൽ പെടുകയോ വല്ല ബ്ലോക്കിൽ പെടുത്തുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇവരെന്തോ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ 4 ഗെയിമായി ഇപ്പോൾ നമ്മുടെ പ്ലേ ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ 4 ഗെയിമുണ്ട്. ആവശ്യമുള്ളവരടുത്ത് കളിച്ചോളൂ, സമയം കളഞ്ഞോളൂ. ഞാനിപ്പോൾ കീ കളക്ട് ചെയ്യുന്നത് നമ്മുടെ ചാനൽ ത്രൂ ചോദിച്ചു കഴിഞ്ഞാൽ ചാനലല്ല നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കീ കിട്ടുന്ന ഒരുപാട് ബോട്ടുകളുണ്ട്. ആ ബോട്ടുകൾ ത്രൂ ആണ് ചെയ്യുന്നത്. അത് ബാനാവോ അക്കൗണ്ട് ബാനാവോ എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ എന്തായാലും ഇതിട്ട് രജിസ്റ്റർ പ്രൈവറ്റ് കൊടുക്കണം. കാരണം ആ കീ കിട്ടുന്ന കീസ് വെച്ചാൽ എന്ത് ചെയ്യുന്നത് ഫില്ല് ചെയ്ത് പോവാണ്. പക്ഷേ അതിന് ഒരുമിച്ച് അടിക്കില്ല. അതായത് ഇപ്പോൾ മൈക്ലോൺ ആർമിയിൽ 4 കോഡ് കിട്ടിയ 4 കോഡ് ഒരുമിച്ച് അടിക്കില്ല. എല്ലാത്തിനും 4 കോഡ് കളക്ട് ചെയ്ത ശേഷം എല്ലാത്തിനും ഒരു വശം അടിക്കും. അതിൻ്റെ പിന്നെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ശേഷം എന്ത് ചെയ്യും അടുത്ത കോഡ് അടിക്കും. അങ്ങനെയാണ് അടിച്ച് പോകാറ്. അല്ലെങ്കിൽ അങ്ങനെയും ഡൗട്ട് തോന്നണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അടിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചൂസ് ചെയ്തോ. 4 കോടി ഒരുമിച്ച് അടിക്കുക, 4 കോടി ഒരുമിച്ചോ. ഞാൻ ഇങ്ങനെയാണ് അടിച്ച് പോകാറ്. 4 ഓരോ പ്രാവശ്യം അടിച്ചതിന് ശേഷം പിന്നെ കുറച്ച് ഗ്യാപ്പ് കിട്ടിയതിന് ശേഷം അടിക്കാറുള്ളത്. അപ്പോൾ കീസ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ആണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഗെയിം കളിച്ച് കീസ് ഉണ്ടാക്കാം. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഗെയിം കളിച്ച് കീസ് ഉണ്ടാക്കാം. റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോട്ടുകൾ ത്രൂ ജനറേറ്റ് ചെയ്യണ കീസ് അത് നമ്മുടെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ഇഷ്ടംപോലെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഓൾറെഡി ചെയ്യുന്നുണ്ട്. അവരെ വേണമെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. പിന്നെ എൻ്റെ ഡെയിലി കോംബോ ഒക്കെ നല്ല രീതിയിൽ കുറേ മിസ്സായിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പോയിന്റ്സ് ഇല്ലാത്തതുകൊണ്ടാണ് മിസ്സാവുന്നത്. അതുപോലെ തന്നെ എൻ്റെ പ്രോഫിറ്റ് പെർ അവർ നിങ്ങൾക്കൊക്കെ 4-5 മില്യൺ ആയിട്ടുണ്ടാവും. ഞാൻ അത്ര സീരിയസ്നെസ് കാണാത്തതുകൊണ്ടാണ് എൻ്റെ പ്രോഫിറ്റ് പെർ ഇത്ര കിടക്കുന്നത്. നിങ്ങൾ നല്ല സീരിയസ്നെസ്സോട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. കാരണം ചിലപ്പോൾ കുറേ പ്ലേയേഴ്സൊക്കെ എലിമിനേറ്റ് ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടാവാം. ഓക്കെ, എനിക്കറിയാൻ പാടില്ല. ഇപ്പോൾ പ്ലേ ഗ്രൗണ്ടിൽ വന്ന അപ്ഡേറ്റും അതുപോലെ തന്നെ ഈ മേലെ കാണുന്ന നിങ്ങളുടെ പേരിലുള്ള അച്ചീവ്മെൻറ്റ്സ് കാർഡുകൾ നിങ്ങൾ നോക്കുക. അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും അച്ചീവ് ചെയ്യാനുണ്ടോ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ കാർഡുകളൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് മാക്സിമം വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ നോക്കാം സാധിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ എയർ ഡ്രോപ്പ് എന്ന സെഷനിൽ ഇവിടെ താഴെയായിട്ട് കുറച്ചൊരു പുതിയ ഇൻഫർമേഷൻസ് വന്നിട്ടുണ്ട്. പാസ് ചെയ്യുന്ന മെയിൻ ടാസ്ക് എന്നൊക്കെ വന്നിട്ട്. സോ നിങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞ നേരത്തെ കാണിച്ച പോലെ അച്ചീവ്മെൻറ്റ്സിൻ്റെ അവിടെ കുറേ ടാസ്കുകളുണ്ട്. സോ അതിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എയർ ഡ്രോപ്പ് വരാൻ പോകുന്നത്. സോ ഈ പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രോഫിറ്റ്
പെർ അവർ ആണ്. അതുപോലെ ഏൺ ടാസ്ക് എന്ന് പറയുന്ന ഇതിലുള്ള മറ്റേ യൂട്യൂബിൻ്റെ വീഡിയോ അതുപോലെ അവർ കൊണ്ടുവരുന്ന എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സ് റെഫറലാണ്. അച്ചീവ്മെൻറ്റ്സ് നമ്മൾ നേരത്തെ കാണിച്ചെന്ന അതേ സംഭവം തന്നെയാണ്. ടെലഗ്രാം സബ്സ്ക്രിപ്ഷൻ എത്ര നാളെ അവരുടെ ചാനൽ ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ എത്ര കീസ് ഇമ്പോർട്ടൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ കീസ് എടുത്തോളൂ. പിന്നെ ഇവിടെ വിഡ്രോളിന് സെഷനിൽ എന്തായാലും നിങ്ങളുടെ കണക്റ്റ് വാലറ്റ് എന്തായാലും കണക്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ചിലപ്പോൾ കുറച്ചുകൂടി ക്രൈറ്റീരിയ ആഡ് ചെയ്യുന്നൊക്കെ അവരെ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. വരുന്ന ദിവസങ്ങളിൽ ഇതിന് എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അടുത്തായിട്ട് വെർട്ടസിൻ്റെ അപ്ഡേറ്റ്സ് ആണ്. സോ വെർട്ടിൻ്റെ ഒരു വാലറ്റ് കണക്ഷൻ വന്നിട്ടുണ്ട്. സോ എയർ ഡ്രോപ്പ് എത്തുമ്പോൾ എനിക്ക് അറിയാൻ പാടില്ല, കറക്റ്റ് ഡീറ്റെയിൽസ് വന്നിട്ടില്ല. സോ അതെന്ന് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മേലായിട്ട് ഒരു ഡെപ്പോസിറ്റിൻ്റെ ബട്ടൺ കാണാൻ പറ്റും. നിങ്ങളുടെ അക്കൗണ്ടിന് തൊട്ടപ്പുറത്തൊരു ഡെപ്പോസിറ്റിൻ്റെ ബട്ടൺ കാണാൻ പറ്റും. ആ ഡെപ്പോസിറ്റിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ടൺ കണക്റ്റ് എന്ന് കാണാൻ പറ്റും. ഈ ടൺ കണക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടത്തിലേക്ക് ഒരു 0.1 നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട് അനുസരിച്ച് 0.1 0.01 ഞാൻ കൊടുത്തത് 0.5 ടണ്ണാണ്. 0.01 ടണ്ണോ എത്രയെങ്കിലും എന്ത് ചെയ്യുക, കണക്റ്റ് വാലറ്റ് കൊടുത്ത ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ ടൺ വാലറ്റിൽ നിന്ന് ആദ്യം ഇങ്ങോട്ട് അയക്കുക. അപ്പോൾ അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അത് അയച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വെർട്ട് ബാലൻസ് വൺ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സൈനപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റും. ആ സൈനപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ വാലറ്റിലേക്ക് ഒരു ചെറിയ വളരെ മൈന്യൂട്ട് ഗ്യാസ് ഫീ, ഒരു രൂപ പോലും ഇല്ലാതെ അതിനേക്കാൾ താഴെയുള്ള ഒരു ഗ്യാസ് ഫീ നിങ്ങളങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഇവിടെ വേർട്ട് ബാലൻസ് കാണാൻ പറ്റും. സോ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ ബാലൻസ് എമൗണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മസ്റ്റായിട്ട് ചെയ്യണം. ഈ വേർട്ട് ബാലൻസ് സെക്ഷനിലേക്ക് വരിക. അവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സൈനപ്പ് എന്ന് പറഞ്ഞ ബട്ടണാണ് കാണാൻ പറ്റുക. ആ സൈനപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരെ ടൺ വാലറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. എന്നിട്ട് അവിടെ ഒരു ചെറിയൊരു ഗ്യാസ് ഫീ കൊടുക്കാൻ പറയും. വളരെ ചെറിയ എമൗണ്ടാണ്, 1 റുപ്പീസിന് താഴെയുള്ളൊരു ഗ്യാസ് ഫീ ആണ്. ആ ഗ്യാസ് ഫീ കൊടുത്തു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യും നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി സൈനപ്പ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കാണാൻ പറ്റും. സോ ഇതുവരെ എല്ലാവരും മാക്സിമം ചെയ്തിരിക്കുക, അതൊന്നും മിസ്സാക്കരുത്. വളരെ ചെറിയ എമൗണ്ട് മാത്രം എന്ത് ചെയ്താൽ ഈ ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ വെർട്ട് ബാലൻസിലും ഗ്യാസ് ഫീ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ടൺ വാലറ്റ് കണക്റ്റ് ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ കൊണ്ടുവന്ന ടൺ എന്ന് പറഞ്ഞ സംഭവം അത് ഇവിടെ തന്നെ ഉണ്ട്, സേഫ് ആയിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ടണ്ണ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നത് ചെയ്യാം. പക്ഷേ കൊണ്ടുവന്ന പൈസ അവിടെ കിടന്നോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഇത് തീരുന്നവരെ, അതായത് എയർ ഡ്രോപ്പ് വരുന്നവരെ അവിടെ കിടന്നോട്ടെ. ഒരു അസറ്റായിട്ട് അവിടെ കിടന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ വേണമെങ്കിൽ ഹോൾഡ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അടുത്ത് നമ്മുടെ കോളോട് അപ്ഡേറ്റ് ആണ്. സോ കോളോ എന്ന് പറഞ്ഞ കാർഡ്, കോളോ എന്ന് പറഞ്ഞൊരു ക്രിപ്റ്റോ കാർഡാണ്. ആ കാർഡ് സെപ്റ്റംബർ 2024 ലോഞ്ച് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ വെയിറ്റ് ലിസ്റ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ജോയിൻ വെയിറ്റ് ലിസ്റ്റ് ബട്ടൺ കാണാൻ പറ്റും. അവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുത്ത് എന്തായാലും വെരിഫൈ ചെയ്യണം. വെറുതെ നിങ്ങൾ ആൻസേഴ്സ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. വെറുതെ ഇവിടെ എല്ലാവരും വരുന്നു, ഈ ഫാമിൽ വരുന്നു, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് പോകുന്നു. പക്ഷേ ഇതൊരു കോയിനായിട്ടല്ല ഇറക്കാൻ പോകുന്നതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ കോയിൻ്റെ കേസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇവരാകെ പറഞ്ഞിരിക്കുന്നത് കാർഡാണ് കൊടുക്കാൻ പോകുന്നത്. ഡിജിറ്റൽ കാർഡായിരിക്കും, അല്ലാതെ ഫിസിക്കൽ കാർഡല്ല നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ ഈ ഡിജിറ്റൽ കാർഡ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ക്രിപ്റ്റോ കാർഡ് സെഷനിൽ വന്നിട്ട് നിങ്ങൾ എന്തായാലും വെയിറ്റ് ലിസ്റ്റിൽ ജോയിൻ ചെയ്തിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ആയിരിക്കും ഈ ഫാം ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി തുടക്കമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ക്രിപ്റ്റോ കാർഡിൽ എന്ത് ചെയ്യണം, നിങ്ങൾ എന്തായാലും വെയിറ്റ് ലിസ്റ്റിൽ ചെയ്യാനായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. ഇമെയിൽ ഐ ഡി ആണ് കൊടുക്കണമെന്ന് തോന്നുന്നു. ആ ഇമെയിൽ ഐ ഡി കൊടുത്ത് നിങ്ങൾ എന്താണ് വെയിറ്റ് ലിസ്റ്റിൽ ചെയ്യണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഉപകാരമുള്ളൂ. സോ ഈ ഫാം ബട്ടണിൽ വന്നിട്ട് എല്ലാ ദിവസവും വരുന്ന ഈ ഒരു ഒറ്റ സമയത്ത് വരുന്ന 7 ക്വസ്റ്റ്യൻസ് എന്ത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല പോയിന്റുകൾ കിട്ടും. ഈ ഫാം ക്വസ്റ്റ്യനിലൂടെ കിട്ടുന്ന പോയിന്റ്സ് മാത്രമാണ് ഇതിൽ ഫാം ചെയ്യാനുള്ളത്. ഏറ്റവും നല്ലൊരു ക്വിസോട് കൂടി ചെയ്യുന്ന ആകെ ഒരു ഗെയിമാണ്. വളരെ എളുപ്പമുള്ള സംഭവമാണ്. ഇത് ആരും മിസ്സാക്കരുതെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത 2 ബെംകോയിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ നമ്മുടെ ചാനൽ ത്രൂ ഇട്ടുണ്ടായിരുന്നു. ബൈനാൻസ് അവരുടെ അനൗൺസ്മെൻറ്റ് ചാനൽ ത്രൂ, അതായത് അവർ ന്യൂസ് എന്നൊരു പേജ് ഉണ്ട് അവരുടെ സ്ക്വയർ എന്നൊരു പോർഷൻ്റെ ഉള്ളിൽ. സോ അതിൻ്റെ ഉള്ളിൽ അവരിട്ട 2 ബെംകോയിൻ, ആകെ ഇട്ടണ 2 ബെംകോയിൻ എന്ന് പറഞ്ഞാൽ ഈ ബെൻ ഡോഗും ബേബി ഡോജിൻ്റെ ആകെ ന്യൂസാണ്. സോ നിങ്ങൾക്ക് ടൈം ഉള്ളവർക്ക് ഇതൊരു മിം കോയിനാണ്. ഏത് ബൈനാൻസിൽ തന്നെ ഇറങ്ങുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ അവർ ആകെ ഇത് ഇട്ടിരിക്കുന്നത് ഇവർ രണ്ടിൻ്റെ അപ്ഡേറ്റ് ആയതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും ചെയ്യാം. അത് മറക്കരുത്. ബെൻഡോഗും ബേബി ഡോജും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വളരെ എളുപ്പമുള്ള ഗെയിംസാണ്. നമ്മുടെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കിടപ്പുണ്ട്, അവിടെ നിന്നായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ലിങ്ക് അക്വയർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, കളിച്ചുറങ്ങാം. വളരെ സിമ്പിളാണ്. മിസ് ചെയ്യുന്ന റിക്വസ്റ്റ് ചെയ്യാണ്. അടുത്തൊരു അപ്ഡേറ്റ് പറയാനുള്ള ടാപ്പ് സ്വാപ്പിനാണ്. സോ ടാപ്പ് സ്വാപ്പിൻ്റെ ഫുൾ ഇൻ്റർഫേസ് ഒന്ന് മാറിയിട്ടുണ്ട്. അവർ മുന്നേ തന്നെ ഒരു ഹിൻഡ് തന്നിട്ടുണ്ടായിരുന്നു. അവർ ടാപ്പി ടൗൺ എന്ന സംഭവം കൊണ്ടുവരാൻ പോകുന്നത്. സോ നിങ്ങൾക്കിവിടെ സെൻട്രലായിട്ട് ടൗൺ എന്ന് കാണാൻ പറ്റും. 3 ഡേയ്സിനുള്ളിൽ വരുന്നതാണ് പറഞ്ഞത്. അതുപോലെ ടെക്സ് എന്ന് വന്നിട്ടുണ്ട്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിപ്റ്റോ കറൻസി അങ്ങോട്ട് ഇങ്ങോട്ട് വാങ്ങാനായിട്ട് ഒരു വാലറ്റ് പോലെ സെറ്റപ്പാണ് ഇവർ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു. അവർ AML അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറുതെ ഒരു ടാപ്പിംഗ് ഗെയിം മാത്രമല്ല, അവർക്ക് കുറേ ഫ്യൂച്ചറിൽ പ്ലാൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവരുടെ വൈറ്റ് പേപ്പർ ഒന്നും റിലീസ് അല്ല. നമുക്ക് എന്താണെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് അറിയില്ല. സോ നമുക്ക് എന്തായാലും വരുമ്പോൾ നോക്കാം. എന്തായാലും ഈ ടാപ്പി ടൗണും സാധനങ്ങളൊക്കെ എന്തായാലും വരുമ്പോൾ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും. ആസ് ഓഫ് നോ നിങ്ങൾക്ക് മെയിൻ സ്ക്രീനിൽ പോയിട്ട് വാലറ്റ് കണക്ട് ചെയ്യാണ്ടാവും. ടൺ കീപ്പിൻ്റെ ഏതെങ്കിലും ഒരു വാലറ്റ് എന്തായാലും മസ്റ്റായിട്ട് കണക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ അപ്ഡേറ്റ്. സോ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ഫസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ യൂട്യൂബ് ചാനലല്ല, നമ്മുടെ എല്ലാ അപ്ഡേറ്റും കൊടുക്കുന്നത് നമ്മുടെ ചാനലിലാണ്, ടെലഗ്രാം ചാനലാണ്. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൽ ഇപ്പോൾ നമ്മൾ ഒരു ബൈനാൻസിൻ്റെ ഒരു കാർവിൻ്റെ എയർ ഡ്രോപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എല്ലാ സ്റ്റെപ്പുകളുമുള്ള വീഡിയോസ് 2 വീഡിയോ ആയിട്ടിട്ടുണ്ട്. കുറേ പേർക്ക് രണ്ടാമത്തെ ഏറ്റവും താഴെയുള്ള പ്ലേ ആൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് എങ്ങനെ ചെയ്യാന്നുള്ള ട്യൂട്ടോറിയൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നമ്മുടെ യൂട്യൂബിലല്ല ഇട്ടിരുന്നത്. സോ അത് ചെയ്യുക. അത്യാവശ്യം 1 മില്യൺ കോയിൻ കാർവ് കോയിനാണ് ബൈനാൻസിൻ്റെ എയർ ഡ്രോപ്പ് വഴി കൊടുക്കുന്നത്. സോ ഇതാരും മിസ് ചെയ്യരുത്. താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം.
ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. സോ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിൽ ചോദിക്കാൻ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ അത് ചെയ്യുന്നവരെല്ലാവരും അതിന് ആൻസർ തരും. നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഭൂരിഭാഗം സമയം 24/7 ഇതിലൊരു VC പോകുന്നുണ്ടാവും. ആ VC എന്ന് വെച്ചാൽ വീഡിയോ കോളാണ്. വീഡിയോ കോളിനാണ് നമ്മൾ VC എന്ന് പറയുന്നത്. സോ ആ VCയിൽ കയറി നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് ഡൗട്ട് ചോദിക്കണമെങ്കിലും ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നൈറ്റ് ഒരു 10 മണിക്ക് ശേഷം എന്തായാലും എല്ലാ ദിവസം VC ഓട്ടോമാറ്റിക് ഓടുന്നുണ്ടാവും. അപ്പോൾ ആ ഓടുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കയറിയിട്ട് ഞാൻ അവൈലബിൾ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും അവൈലബിൾ ആണെന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾക്ക് ഡൗട്ട് വെച്ച് എന്ത് ഡൗട്ട് വേണമെങ്കിലും ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.